നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പാണ് വിഷയം. ആദ്യം നമുക്ക് ഒരു പോസ്റ്റർ കാണേണ്ടതുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഫ്രറ്റേണിറ്റി എന്ന സംഘടന പുറത്തിറക്കിയ പോസ്റ്ററാണിത്. ഈ പോസ്റ്റർ അനുസരിച്ച് 4 സീറ്റുകളിലേക്ക് ഫ്രറ്റേണിറ്റി മത്സരിക്കുന്നുണ്ട്. ചെയർമാൻ ഷമീം ഫർഹാൻ, ലേഡി വൈസ് ചെയർമാൻ ബഷീറ CT, ജോയിന്റ് സെക്രട്ടറി ഹിബ തൻസി A, മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഐനൽ മർലിയ K. 12 UUCമാരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫ്രറ്റേണിറ്റിക്ക് കുറഞ്ഞതുണ്ടാകേണ്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കിട്ടിയ വോട്ട് വിഹിതം കൂടി പരിശോധിക്കാം. ചെയർമാൻ സ്ഥാനാർത്ഥി ഷമീം ഫർഹാൻ ലഭിച്ച വോട്ട് 1, ലേഡി വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ബഷീറ CTക്ക് ലഭിച്ചത് 0, ജോയിന്റ് സെക്രട്ടറി ഹിബ തൻസിയയ്ക്ക് 1, മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഐനുൽ മർലിയയ്ക്ക് ലഭിച്ചത് 0. 2 സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് 0 വോട്ടാണ്. അതായത് അവരുടെ വോട്ട് പോലും അവർക്ക് ലഭിച്ചില്ല എന്ന് സാരം. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ പോലും സ്വന്തം സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ മാറ്റിക്കുത്തി എന്നർത്ഥം. ഇനി തെരഞ്ഞെടുപ്പിൽ UDSF വിജയിച്ച ഭൂരിപക്ഷം കൂടി കാണണം. ചെയർമാൻ UDSF ലീഡ് 6 വോട്ട്, വൈസ് ചെയർമാൻ 2 വോട്ട്, ലേഡി വൈസ് ചെയർമാൻ 5 വോട്ട്, സെക്രട്ടറി 9 വോട്ട്, ജോയിന്റ് സെക്രട്ടറി 17 വോട്ട്. ചെയർമാൻ സ്ഥാനത്തേക്ക് ഫ്രറ്റേണിറ്റിയുടെ 11 വോട്ട് അപ്രത്യക്ഷമായി. ഇവിടെ UDSFന്റെ വിജയം 6 വോട്ടിന്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് 2 വോട്ടും ലേഡി വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് 5 വോട്ടുമാണ് ലീഡെന്നോർക്കണം. സെക്രട്ടറിക്കാകട്ടെ 9 വോട്ടും. അതായത് ഈ പ്രധാനപ്പെട്ട 4 സീറ്റുകളിലും ഫ്രറ്റേണിറ്റി വോട്ടില്ലായിരുന്നുവെങ്കിൽ UDF സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമായിരുന്നു എന്നർത്ഥം. ജോയിന്റ് സെക്രട്ടറിയും മലപ്പുറം റപ്പും ഒഴികെയുള്ള മറ്റ് സ്ഥാനങ്ങളിലേക്ക് UDSFന് ജയിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് ചുരുക്കം. ഫ്രറ്റേണിറ്റി എന്തിനാണ് പിന്നെ മത്സരിച്ചത് എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഫ്രറ്റേണിറ്റിക്കകത്ത് നിന്നും പുറത്തു നിന്നും ഈ ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ഈ മത്സരത്തിന് പിന്നിൽ ഒരു വൻ ഡീലുണ്ടെന്നാണ് SFIയുടെ ആരോപണം. അടുത്ത യൂണിവേഴ്സിറ്റി സെനറ്റ് തിരഞ്ഞെടുപ്പിൽ MSFന് വോട്ട് നൽകിക്കൊണ്ട് ഒരു ഫ്രറ്റേണിറ്റി കാൻഡിഡേറ്റിനെ സെനറ്റ് മെമ്പറായി തെരഞ്ഞെടുക്കാനുള്ള പ്രിഫറൻസ് വോട്ട് നൽകാം എന്ന് എഴുതി നൽകുകയും ചെയ്തു. MSFന്റെ നേതാക്കൾ എഴുതി നൽകിയ ഉടമ്പടിയും KK അഷ്റഫ് എന്ന് പറയുന്ന ഫ്രറ്റേണിറ്റി നേതാവിനെ ലീഗ് മന്ത്രിയുടെ സ്റ്റാഫിലും എടുത്തു നൽകിയതിന്റെ പ്രത്യുപകാരമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിലെ 12 വോട്ടുകൾ മറിച്ച്. ഫ്രറ്റേണിറ്റി UDSF അവിശുദ്ധ കൂട്ടുകെട്ട് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നാണ് SFIയുടെ ആരോപണം. ജമാഅത്തെ ഇസ്ലാമിക്ക് സംസ്ഥാന ഭരണത്തിൽ പ്രാതിനിധ്യമുറപ്പിക്കാനുള്ള ഡീലാണ് നടന്നതെന്നും ഇതിനോടകം ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഇതോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ UDSFന്റെ വിജയം രാഷ്ട്രീയമായി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഫ്രറ്റേണിറ്റി എന്തിനാണ് UDSFന് ഇങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നതെന്ന ചോദ്യം ഫ്രറ്റേണിറ്റി അണികളും ഉയർത്തുന്നു.